الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله فقد قال الله تعالى في القرآن العظيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وآت ذا القربى حقه والمسكين وابن السبيل ولا تبذر تبذيرا إن المبذرين كانوا إخوان الشياطين وكان الشيطان لربه كفورا صدق الله العظيم وقال النبي صلى الله عليه وسلم بروا آباءكم تبركم أبناؤكم وعفوا تعفوا نساؤكم وقال النبي صلى الله عليه وسلم أكمل المؤمنين إيمانا أحسنهم خلقا وخيركم خيركم لنسائه അഭിനന്ദനായ ഉസ്താദ് അഹമ്മദ് ദാരിമി അവറുകളെ, വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഫൈലി അവറുകളെ, നമ്മുടെ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ മുഹമ്മദ് കുഞ്ഞി സാഹിബ് അവറുകളെ, ബഹുമാനപ്പെട്ട ഹയാത്തുൽ ഹുദ സെക്കൻഡറി മദ്രസ കമ്മിറ്റി ഭാരവാഹികളെ, ബദിര മഹൽ ജമാഅത്ത് കമ്മിറ്റി പരിപാലന സമിതി അംഗങ്ങൾ, പ്രിയപ്പെട്ട എന്റെ പഴയ സുഹൃത്ത്, വല്ലപ്പോഴും ഒക്കെ ഫോണിൽ വിളിക്കാറുള്ള SKSSFന്റെ സാരഥി ബദിര ഹാരിസ് സാഹിബ്, പ്രിയമുള്ള യുവാക്കളെ, കുഞ്ഞുമക്കളെ, കാരണവന്മാരെ, അമ്മപെങ്ങന്മാരെ, അസ്സലാമു അലൈക്കും. നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം കടമകളും കടപ്പാടുകളും. നമുക്ക് ആരോടൊക്കെ കടമയുണ്ട്, കടപ്പാടുണ്ട്, മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കടമകളും കടപ്പാടുകളും എന്ന വിഷയം പറയുമ്പോൾ നമുക്ക് അല്ലാഹുവിനോട് കടമകളുണ്ട്, അല്ലാഹുവിന് അടിമകളോടും കടമകളുണ്ട്. നമുക്ക് പരസ്പരം കടമകളുണ്ട്. സാമൂഹ്യ ജീവിയായ മനുഷ്യന് സമൂഹത്തോട് കടമകളുണ്ട്. ഈ വിഷയങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാനുള്ള വേദിയാണ്. ബഹുമാനപ്പെട്ട മുആദ് റളിയല്ലാഹു അൻഹു പറയുന്നു, കുന്തു റിദ്ഫൻ നബിയ്യി അലാ ഹിമാരിൻ, ഞാനും പുണ്യ റസൂലും ഒരു കഴുതപ്പുറത്തെ യാത്ര ചെയ്യുമ്പോൾ പ്രവാചകന്റെ പിന്നിലിരുന്നു കൊണ്ട് ഒരു കഴുതപ്പുറത്ത് സവാരി ചെയ്യുമ്പോൾ അവിടെ തന്നെ വിളിച്ചു, യാ മുആദ്, ഓ മുആദേ. ഖുൽതു, ഞാൻ പറഞ്ഞു, ലബ്ബൈക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങേക്ക് ഉത്തരം. അവിടെ നിന്ന് ചോദിച്ചു, മുആദേ റളിയല്ലാഹു അൻഹു, അതദ്രി മാ ഹഖുല്ലാഹി അലൽ ഇബാദ്, നിനക്കറിയുമോ അടിമകൾക്ക് അല്ലാഹുവിനോടുള്ള കടമ എന്തെന്നറിയുമോ?
അടിമകളായ മനുഷ്യർക്ക് അല്ലാഹുവിനോടുള്ള ഹക്ക് കടമയെന്ത് എന്ന് നിനക്കറിയുമോ? ഞാൻ പറഞ്ഞു അല്ലാഹു വറസൂലുഹു അഅലം, അല്ലാഹുവിനും അവന്റെ തിരുദൂതർക്കും അറിയാം. നബി തിരുമേനി പറഞ്ഞു അല്ലാഹുവിനോട് നമുക്കുള്ള കടമ അയ്യഅ്ബുദൂ, അല്ലാഹുവിനെ ആരാധിക്കലാണ്. വലാ യുശ്രികൂ ബിഹി ശൈആ, അല്ലാഹുവിനോടൊപ്പം ആരെയും പങ്കുവെക്കാതിരിക്കലാണ്, ശിർക്ക് വെക്കാതിരിക്കലാണ്. അടിമകൾക്ക് അല്ലാഹുവിനോടുള്ള കടമ അല്ലാഹുവിനെ അറിഞ്ഞ് ആരാധിക്കുക, അവനോടൊപ്പം ആരെയും ശിർക്ക് വെക്കാതിരിക്കുക. ഉടനെ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, മുആദ് അതദ്രി മാ ഹഖുൽ ഇബാദി അലല്ലാഹ്, അല്ലാഹുവിന് തന്റെ ദാസന്മാരോടുള്ള കടമയെന്ത് എന്ന് നിനക്കറിയുമോ? ഞാൻ പറഞ്ഞു അല്ലാഹു വറസൂലുഹു അഅലം, അല്ലാഹുവിനും അവന്റെ തിരുദൂതർക്കും അറിയാം. ഈ സംഭാഷണം നടക്കുന്നത് യാത്ര ചെയ്യുമ്പോഴാണ്. ഒരു കഴുതപ്പുറത്ത് പ്രവാചകനും മുആദ് റളിയല്ലാഹു അൻഹു യാത്ര ചെയ്യുമ്പോഴാണ് ഈ സംഭാഷണം നടക്കുന്നത്. അത് അങ്ങനെ തന്നെ ഹദീസിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. മുആദേ, നിനക്കറിയുമോ അല്ലാഹുവിന് തന്റെ അടിമകളോടുള്ള കടമ എന്തെന്നറിയുമോ? അല്ലാഹുവിന് പടച്ചതമ്പുരാനോടും പടച്ചതമ്പുരാന് തന്റെ സൃഷ്ടികളോടും കടമയുണ്ട്. ഇദാ ഫഅലൂ ദാലിക, അല്ലാഹുവിനെ ആരാധിച്ചാൽ, അല്ലാഹുവിൽ വിശ്വസിച്ച് അല്ലാഹുവിനെ അറിഞ്ഞ് ആരാധിച്ചാൽ, ഇദാ ഫഅലൂ ദാലിക, അല്ലാഹുവിന്റെ കടമ അല്ലാ യുഅദ്ദിബഹും, തന്റെ അടിയാറുകളെ തന്റെ ദാസന്മാരെ നരകത്തിലിട്ട് ശിക്ഷിക്കാതിരിക്കലാണ് പടച്ചവന്റെ കടമയെന്ന് മുഹമ്മദ് മുസ്തഫ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്. അല്ലാഹുവിനുള്ള കടമ എന്താ? അല്ലാഹ് നരകത്തിലിട്ട് കത്തിക്കൂല. അല്ലാഹ് ഇബാദത്തെടുത്ത് ജീവിച്ചാൽ അല്ലാഹു നമ്മളെ ജഹന്നമിൽ എറിയൂല. നമുക്ക് അല്ലാഹുവിനോടുള്ള കടമയും അല്ലാഹുവിന് നമ്മളോടുള്ള കടമയും ഞാൻ ഹ്രസ്വമായി വിവരിച്ചു. മനുഷ്യൻ സാമൂഹിക ജീവിയാണ്. എനിക്ക് നിങ്ങളോടും നിങ്ങൾക്ക് എന്നോടും നമുക്ക് സമൂഹത്തോടും പരസ്പരവും കടമയുണ്ട്. നാം ജീവിക്കുന്ന പ്രകൃതിയോട്, നാം ജീവിക്കുന്ന ഈ പ്രപഞ്ചത്തോട്, നമ്മുടെ ചുറ്റുപാടുകളോട്. ഒരിക്കൽ ഒരു സഹാബി പ്രവാചകന്റെ മുന്നിൽ വന്നു, അല്ലാഹുവിന്റെ റസൂലേ, കടമകൾ പറഞ്ഞു തരുമോ? സമൂഹത്തിൽ ഏറ്റവും കടമ ആരോടാണ്? അവിടുന്ന് പറഞ്ഞു, നീ ജീവിക്കുന്ന സമൂഹത്തിൽ നിനക്ക് ഏറ്റവും കടമ ഉമ്മുക, ഒന്നാം സ്ഥാനത്ത് നിന്റെ മാതാവാണ്. രണ്ടാം സ്ഥാനത്ത് അബാക, നിന്റെ പ്രിയപ്പെട്ട ഉപ്പയാണ്, പിതാവാണ്. മൂന്നാം സ്ഥാനത്ത് ഉഖ്തുക, നിന്റെ പെങ്ങളാണ്, സഹോദരിയാണ്. നാലാം സ്ഥാനത്ത് അഖാക, നിന്റെ സഹോദരനാണ്. സുമ്മ അദ്നാക വ അദ്നാക, പിന്നീട് അതിനോട് അടുത്തവരാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. സമൂഹത്തിൽ ഏറ്റവും കടമ ഒന്നാം സ്ഥാനത്ത് ഉമ്മയാണ്, രണ്ടാം സ്ഥാനത്ത് ഉപ്പ, മൂന്നാം സ്ഥാനത്ത് സിസ്റ്റർ, സഹോദരി, പെങ്ങള്, നാലാം സ്ഥാനത്ത് സഹോദരൻ, അഖ്, പിന്നെ അടുത്ത ബന്ധുക്കൾ. ആ ചാർട്ട് അല്ലാഹു തആല സൂറത്തുൻ നിസായിലും ഇസ്രായിലും ഒക്കെ അല്ലാഹു നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. ഞാൻ ആ ചാർട്ട് അവതരിപ്പിക്കട്ടെ. സൂറത്തുൻ നിസായിലെ ഒരു ആയത്താണ്, വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈആ വബിൽവാലിദൈനി ഇഹ്സാനാ വബിദിൽ ഖുർബാ വൽ യതാമാ വൽ മസാകീൻ വൽജാരി ദിൽ ഖുർബാ വൽജാരിൽ ജുനുബ് വസ്സാഹിബി ബിൽ ജംബി വബിനിസ് സബീലി വമാ മലകത് ഐമാനുകും. കടമകളും കടപ്പാടുകളും അല്ലാഹു പറയുന്ന ആയത്താണിത്. നീണ്ടു കിടക്കുന്നു. നോക്കൂ, നമുക്ക് ഏറ്റവും കടമ
സമൂഹത്തിൽ നാം ജീവിക്കുമ്പോൾ ഏറ്റവും കടമ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ, പിന്നെ വാപ്പ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് ഒരു സഹാബി വന്നിട്ട് ചോദിച്ചു. ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഒരു സഹാബി വന്നിട്ട് ചോദിച്ചു, മൻ അഹഖുൻ നാസി ബിഹുസ്നി സഹാബത്തി യാ റസൂലല്ലാഹ്, ഞങ്ങൾക്ക് ഏറ്റവും നല്ല പരിചരണം, ബെസ്റ്റ് സർവീസ്, നല്ല ഖിദ്മത്ത്, നല്ല പെരുമാറ്റം ആർക്ക് കാഴ്ചവെക്കണം? അവിടെന്ന് പറഞ്ഞു, സമൂഹത്തിൽ ഏറ്റവും കടമ ഉമ്മുക, നിന്റെ ഉമ്മയോടാണ്. വീണ്ടും ആ സഹാബി ചോദിച്ചു. അവിടെന്ന് പറഞ്ഞു, ഉമ്മുക, നിന്റെ ഉമ്മ തന്നെ. വീണ്ടും ആ സഹാബി ചോദിച്ചപ്പോൾ അവിടെന്ന് പറഞ്ഞു, ഉമ്മുക, നിന്റെ ഉമ്മ തന്നെ. 3 വട്ടം ആവർത്തിച്ചു പറഞ്ഞു, ഉമ്മുക, ഉമ്മുക, ഉമ്മുക. വീണ്ടും ആ സഹാബി ചോദിച്ചപ്പോൾ അവിടെന്ന് പറഞ്ഞു, അബാക, നിന്റെ പിതാവ്. 1, 2, 3 ദറജ പദവി ഉമ്മക്കാണ്. 2ാം സ്ഥാനത്ത് ഉപ്പയാണ്. സഹീഹായ ഹദീസ്. വാപ്പാക്ക് ദേഷ്യം വരില്ല കേട്ടോ. ഉസ്താദ് എന്താ ഉമ്മാനെ പൊന്തിക്കുന്നേ? ഞങ്ങളെന്താ താത്തുക? ഞാൻ താത്തിയതല്ലായേ. ചോദിച്ചു ഉസ്താദന്മാരുടെ ഹദീസ് ഉണ്ടോ ചോദിച്ചു. ഇന്ന് ഉമ്മാമാർക്ക് ഭയങ്കര സന്തോഷം വരും. ഷമ്മാസ് ഉസ്താദ് നമ്മളെ പൊന്തിക്കുന്നു. 1ാം സ്ഥാനത്ത് ഉമ്മയാണ്. എന്താ കാരണം? ഇമാം ഖുർത്തുബി പരിശുദ്ധ ഖുർആൻ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞു, ഉമ്മയാണ് 3 ത്യാഗം ഏറ്റെടുത്തത്. ഉമ്മയാണ് 3 പ്രതിസന്ധി അതിജീവിച്ചത്. 1 ഹംല്, മറ്റൊന്ന് വലഅ്, മറ്റൊന്ന് റലാഅ്. ഉമ്മയാണ് ഗർഭം ധരിച്ചത്. ഉമ്മയാണ് നൊന്തു പെറ്റത്, പ്രസവിച്ചത്. ഉമ്മയാണ് അമ്മിഞ്ഞ പാലും നൽകിയത്. അതുകൊണ്ടാണ് ഉമ്മയ്ക്ക് 3 പദവി. 1ാം സ്ഥാനം ഉമ്മയ്ക്ക് കിട്ടിയത്. തഴവ ഉസ്താദ് മറക്കാൻ പറ്റുമോ നമുക്ക്? തഴവ ഉസ്താദിനെ, തഴവ ഉസ്താദ് അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഗർഭം ചുമന്നത് 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ, പാലും കൊടുത്ത് വളർത്തലും അവളാണ്. ഇവ 3 കാര്യം ബാപ്പയിൽ ഒഴിവാണ്. സുബ്ഹാന റബ്ബി, നോക്കു നീ കുദ്റത്തുകൾ, വരവിനു മുമ്പേ നിറച്ചവൻ ഗോഡൌണുകൾ. ഒരു കുഞ്ഞ് വരുന്നതിന് മുമ്പ് തന്നെ ഉമ്മാടെ മാറത്ത് അല്ലാഹു നിറഞ്ഞ മാറിൽ അല്ലാഹു പാല് ശേഖരിച്ചു. ഗോഡൌൺ എന്നാ തഴവ ഉസ്താദ് പറഞ്ഞത്. അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. എല്ലാ പ്രസംഗകരും തഴവ ഉസ്താദിന്റെ ഉദ്ധരണികൾ എടുത്തുദ്ധരിക്കുന്നു. ആ കവറിൽ എന്ത് വെളിച്ചമുണ്ടാവും അല്ലേ? നീ മണ്ണടിയിലും മായാതെ നിന്നിടും, നീ മണ്ണിൽ നേടും വിശിഷ്ട വ്യജ്ഞാതികൾ. കാലത്തിനാകില്ല നിന്നെ മറക്കുവാൻ, ലോകത്തിനാകില്ല നിന്നെ വെറുക്കുവാൻ. അഖുൽ ഇൽമി ഹയ്യുൻ ഖാലിദുൻ ബഅദ മൗതിഹി, വഔസാലുഹു ബൈന തുറാബി റമീമോ. ശംസുൽ ഉലമയെ മറക്കാൻ പറ്റുമോ? കണ്ണിയത്ത് ഉസ്താദിനെ മറക്കാൻ പറ്റുമോ? കണ്ണിയത്ത് ഉസ്താദിന്റെ 21ാമത്തെ ഉറൂസിൽ കഴിഞ്ഞ മാസം ഞാൻ മലപ്പുറം ജില്ലയിൽ പങ്കെടുത്തു. സുബ്ഹാനല്ലാഹ്, ജീവിതത്തിൽ കാണാൻ പറ്റി. വീട്ടിൽ വാഴക്കാട് എന്ന മുസാഫിറിന്റെ ആളാണ് ഞാൻ. ശംസുൽ ഉലമയുടെ നന്ദിയിലെ ദറസിൽ ഒരു ക്ലാസ്സിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. എന്തിനാ? അവിടെ നിന്നൊരു ഹദീസ് കേൾക്കാൻ വേണ്ടി. അവരെയൊക്കെ നമ്മൾ മറന്നോ? മറന്നില്ല. നീ മണ്ണടിയിലും മായാതെ നിന്നിടും, നീ മണ്ണിൽ നേടും വിശിഷ്ട വ്യക്തികൾ. കാലത്തിനാകില്ല നിന്നെ മറക്കുവാൻ, ലോകത്തിനാകില്ല നിന്നെ വെറുക്കുവാൻ. വരക്കൽ മുല്ലോക്കായ തങ്ങളെയും ബാഫക തങ്ങളെയും ഭീമസേ പൂക്കായ തങ്ങളെയും സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് എന്ന മുത്തിനെ നമുക്ക് മറക്കാൻ പറ്റുമോ? ഞാൻ മുത്തെന്ന് പറയാൻ കാരണം എന്റെ മുത്താണ് തങ്ങൾ. എന്റെ ഖിറാത്ത് വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. എന്റെ ഖിറാത്ത് ഒരിക്കൽ ഒരു പള്ളി ഉദ്ഘാടനത്തിന് ഞാൻ ഓതി. തങ്ങൾ എന്നെ വിളിച്ചു പരിചയപ്പെട്ടു, പാണക്കാട്ടേക്ക് വിളിച്ചു. 4 കൊല്ലം കഴിഞ്ഞ് ഞാൻ അവിടെ ചെന്നപ്പോൾ തിരിച്ചറിഞ്ഞു.
എന്റെ പേര് മുഹമ്മദ് അലി എന്നാണ്. ഷമ്മാസ് ഉണ്ടായി കഴിഞ്ഞാൽ അബൂ ഷമ്മാസ് എന്നാണ് ഇപ്പൊ സമൂഹം എന്നെ വിളിക്കുന്നത്. അങ്ങനെ ക്ലിക്കായി പോയി. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. സാദിഖ് അലിയും ഹൈദർ അലിയും ഒക്കെ ആയിട്ട് വലിയ ബന്ധം നിലനിർത്തുന്ന ആളാണ് ഞാൻ. പിന്നെ ബാക്കി ഇവിടെ ഉള്ളവരുടെ പേരൊന്നും പറയണ്ടല്ലോ. ഇൻഷാ അല്ലാഹ് അതൊക്കെ പോട്ടെ, നമുക്ക് വാദം പറയാം. കാലയും കീലേക്ക് വിട്ടേക്കാം. ഉമ്മ ആരാണ്? ഉമ്മയെ മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അൽ ജന്നത്തു സ്വർഗ്ഗം തഹത അഖ്ദാമിൽ ഉമ്മഹാത്ത്, ഉമ്മമാരുടെ കാലിന്റെ കീഴിലാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഹുമാ നിന്റെ ഉമ്മയും ഉപ്പയും ജന്നത്തുക വനാറുക, നിന്റെ സ്വർഗ്ഗവും നരകവുമാണ്. മാതാപിതാക്കളെ സേവിച്ച് ഉപ്പയെയും ഉമ്മയെയും ഖിദ്മത്ത് ചെയ്ത് അവർക്ക് സേവനം ചെയ്ത് സ്വർഗത്തിൽ പോകാം. അവരെ കഷ്ടപ്പെടുത്തി നരകത്തിലും പോകാം. അല്ലാഹു കാക്കട്ടെ. കഴിഞ്ഞ ദിവസം TV ചാനലിൽ എഴുതി കാണിച്ചു, കണ്ണൂർ ചെട്ടിപ്പീടികയിൽ ഒരു കല്യാണിക്കുട്ടിയമ്മ, ആ കല്യാണിക്കുട്ടി എന്ന മാതാവിനെ 5 പെൺമക്കൾ തൊഴിച്ച് തെരുവിലേക്ക് എറിഞ്ഞു. പോലീസ് ആ തള്ളയെ വൃദ്ധസദനത്തിലേക്ക് മാറ്റി. 5 പെൺമക്കളും സമ്പന്നരാണ്. അവരാരും ആ അമ്മയെ നോക്കാൻ മുന്നോട്ട് വന്നില്ല. ഇന്നലത്തെ വാർത്ത കണ്ണൂർ ചെട്ടിപ്പീടി. നമുക്ക് ഡേ കെയർ വേണ്ട, നമുക്ക് വൃദ്ധസദനം വേണ്ട, നമുക്ക് ഹോം നേഴ്സും വേണ്ട. നമ്മുടെ ഉമ്മേനെയും നമ്മുടെ ഉപ്പാനെയും പൊന്നുപോലെ നോക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നോക്കൂ, ഉമ്മയ്ക്ക് 3 പദവി അല്ലാഹു കൊടുത്തതാണ്. ഉമ്മ അതിന് അർഹയുമാണ്. ഒന്ന് ഉമ്മയാണ് ഗർഭം ധരിച്ചത്, ഒന്ന് ഉമ്മയാണ് നൊന്തു പ്രസവിച്ചത്, ഉമ്മയാണ് നമുക്ക് പാലും തന്നത്. ഖുർആൻ പറയുന്നു 2 കൊല്ലം പാല് കൊടുക്കണം തള്ളമാര്. സൂറത്തുൽ ബഖറ. തള്ളമാര് പാല് കൊടുക്കണം എന്ന് പറഞ്ഞ വേദഗ്രന്ഥമാണ് ഖുർആൻ. സൂറത്തുൽ ബഖറയിൽ കാണാം, വൽ വാലിദാതു യുർദിഅന ഔലാദഹുന്ന, വൽ വാലിദാതു തള്ളമാർ, യുർദിഅന അവർ പാല് കൊടുക്കട്ടെ, ഔലാദഹുന്ന അവരുടെ കുഞ്ഞുങ്ങൾക്ക് മക്കൾക്ക്, ഹൗലൈനി കാമിലൈൻ പൂർണ്ണമായ 2 വർഷം, പൂർണ്ണമായ 2 വർഷം തള്ളമാര് കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കട്ടെ. ഇത് വാജിബായ കൽപ്പനയൊന്നും അല്ല കേട്ടോ. ലിമൻ അറാദ അൻ യുതിമ്മ റളാഅ, അല്ലാഹു പറയുന്നു, വഅലൽ മൗലൂദി ലഹു റിസ്ഖുഹുന്ന വകിസ്വത്തുഹുന്ന, എല്ലാം ഖുർആൻ പറഞ്ഞു സുഹൃത്തുക്കളെ. തള്ളമാരെ അമുലും ഫാരക്സും പിന്നെന്താ കോംപ്ലാനും ഹോർലിക്സും ഒന്നും അല്ല കലക്കി കൊടുക്കേണ്ടത്. പിന്നെന്താ ആദ്യം കൊടുക്കേണ്ടത് മുലപ്പാലാണ്. സുബ്ഹാന റബ്ബി, നോക്കു നീ കുദറത്തുകൾ, വരവിനു മുമ്പേ നിറച്ചവൻ ഗോഡൗണുകൾ. ഉമ്മയുടെ മുലപ്പാല് അവിടെ ശേഖരിക്കപ്പെട്ടിരിക്കുകയല്ല. കുഞ്ഞു കുടിക്കാൻ തയ്യാറാകുമ്പോ അല്ലാഹു തആല അതിങ്ങനെ നിർഗളിപ്പിക്കുക. അല്ലാഹു അതിങ്ങനെ ചുരറ്റുക. നോക്കൂ, മുലപ്പാല് നുണയുന്ന നവജാത ശിശുവിന്റെ കണ്ണുകൾ എവിടെയാ? ഉമ്മയുടെ മുഖത്താണ്. അതാണ് മാതൃശിശു ബന്ധം. ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഗർഭധാരണം, പ്രസവം, മുലയൂട്ടുക. അതില്ലാത്ത ആഗ്രഹമില്ലാത്ത പെണ്ണല്ല. ആണോ ഉസ്താദേ? അവള് പെണ്ണല്ല. ഏതൊരു പെണ്ണിനും ആഗ്രഹമുണ്ട്, വിവാഹിതയാകണം, ഗർഭം ധരിക്കണം, പ്രസവിക്കണം, കുഞ്ഞിനെ പോറ്റണം. ഇതൊക്കെ ഏറ്റെടുത്തത് നമ്മുടെ ഉമ്മയാണ് അല്ലെ? ഉപ്പാനെ ഞാൻ അവഗണിക്കുന്ന അല്ല കേട്ടോ. 2ാം സ്ഥാനത്ത് ഉപ്പയുണ്ട്. 2ാം സ്ഥാനത്ത് ഉപ്പയുണ്ട്. ഉമ്മയ്ക്ക് 1ാം സ്ഥാനം കിട്ടാൻ കാരണം ഇത് 3 ഇമാം ഖുർത്തുബി പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ലുഖ്മാൻ, സൂറത്തുൽ അൻകബൂത്ത്, സൂറത്തുൽ അഹ്ഖാഫ് 3 സൂറത്തിൽ അല്ലാഹു ഇത് പറയുന്നുണ്ട്. ലുഖ്മാനിൽ എന്ത് പറഞ്ഞു നമുക്ക് നോക്കാം. വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി
നാം മനുഷ്യനോട് കൽപ്പിക്കുന്നു അവന്റെ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യണമെന്ന്. എന്നിട്ട് അല്ലാഹു ഉമ്മയെ എടുത്തു പറഞ്ഞു, ഹമലതുഹു ഉമ്മുഹു വഹനൻ അലാ വഹൻ വഫിസാലുഹു ഫീ ആമൈൻ അനിഷ്കുർ ലീ വലിവാലിദൈക്. എത്ര ഭംഗിയായിട്ട് അല്ലാഹു പറഞ്ഞത്. ഹമലതുഹു ഉമ്മുഹു, അവന്റെ മാതാവ് അവനെ ഗർഭം ചുമന്നു. വഹനൻ അലാ വഹൻ, ദുരിതത്തിന്റെ മേൽ ദുരിതം സഹിച്ചുകൊണ്ട്, ബുദ്ധിമുട്ട് സഹിച്ചുകൊണ്ട്. വഫിസാലുഹു ഫീ ആമൈൻ, അവന്റെ മുലകുടി അവസാനിപ്പിച്ചത് 2 വർഷത്തിലാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, അനിഷ്കുർലി, നീ എനിക്ക് നന്ദി ചെയ്യണം, നീ എനിക്ക് ശുക്ർ ചെയ്യണം. വലിവാലിദൈക്, നിന്റെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും നന്ദി ചെയ്യണം, എനിക്ക് നന്ദി ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഉടനെ അല്ലാഹു പറഞ്ഞു, നിന്റെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും നന്ദി ചെയ്യണം. കണ്ടോ, അല്ലാഹുവിന് നന്ദി ചെയ്യണം. ഉടനെ അല്ലാഹു എന്ന് പറഞ്ഞു, മാതാപിതാക്കൾക്കും നന്ദി ചെയ്യണം. അല്ലാഹുള്ള നന്ദി എന്താ സുഹൃത്തുക്കളെ? അല്ലാഹു നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി. അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന് നന്ദി ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ഇബാദത്ത് ചെയ്ത് ജീവിക്കുക. സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൻ സ്വല്ലൽ ഖംസ, ആരെങ്കിലും 5 നേരം നമസ്കരിച്ചാൽ ഫഖദ് ശകറല്ലാഹ്, അവൻ അല്ലാഹുവിന് നന്ദി ചെയ്തു. വമൻ ദആ ലിവാലിദൈഹി, ആരെങ്കിലും ഉപ്പയ്ക്കും ഉമ്മയ്ക്കും വേണ്ടി ദുആ ചെയ്താൽ നമസ്കാര ശേഷം ഫഖദ് ശകറ വാലിദൈഹി, അവന്റെ മാതാപിതാക്കൾക്കും അവൻ നന്ദി ചെയ്തു. നമ്മളെപ്പോഴും പ്രാർത്ഥനയിൽ ഉപ്പാനുമാനെയും ഉൾപ്പെടുത്തണം, അവരെ അന്വേഷിക്കണം, പരിചരിക്കണം. അല്ലാഹു പടച്ചോൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അംഗീകരിച്ച മദ്രസയിലെ സിലബസിൽ ഒരു ചരിത്രം പറയുന്നുണ്ട്. ഇപ്പോഴുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അൽഖമാർ റളിയല്ലാഹു ചരിത്രമില്ലേ? ഉണ്ടല്ലേ? ഞാൻ മദ്രസയെ പഠിപ്പിക്കാറില്ല, അതുകൊണ്ട്. അൽഖമാർ റളിയല്ലാഹുവിന്റെ ചരിത്രം നിങ്ങൾക്ക് അറിയില്ലേ? അല്ലേ? നോക്കൂ, ഒരു ഉമ്മയുടെ വെറുപ്പ്, ഒരു ഉമ്മയുടെ അതൃപ്തി. അൽഖമ എന്ന റളിയല്ലാഹു അൻഹു സഹാബിക്ക് മരണസമയത്ത് കലിമ പറയാൻ തടസ്സം നേരിട്ടു. ആ നാവ് ചലിക്കുന്നില്ല കലിമ പറയാൻ, കാരണം ഉമ്മയുടെ വെറുപ്പ. അത് മാറിയപ്പോ അവര് കലിമ പറഞ്ഞു വഫാത്തായി. ഞാൻ പറഞ്ഞു തരാം, ആ ചരിത്രം ചുരുക്കി പറഞ്ഞു തരാം. ബഹുമാനപ്പെട്ട സഹാബിയാണ് അൽഖമ. യുവാവായിരുന്നു, പെട്ടെന്ന് രോഗം പിടിച്ചു. ആ രോഗം വഫാത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു. സഹാബത്ത് തൽക്കീൻ ചൊല്ലിക്കൊടുക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധ കലിമ പറഞ്ഞു കൊടുക്കുന്നു. അൽഖമയ്ക്ക് പറയാൻ കഴിയുന്നില്ല. സഹാബത്ത് മുത്തുനബിയുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അൽഖമ കലിമ പറയുന്നില്ല. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, ഹല്ലഹു അബവാൻ, മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ? അപ്പോൾ സഹാബത്ത് പറഞ്ഞു, മാത അബു, ഉപ്പ മരിച്ചു പോയി, ഉമ്മ ജീവിച്ചിരിപ്പുണ്ട്, ഉമ്മയോട് വരാൻ പറയൂ. അല്ലാഹുവിന്റെ റസൂല് ഉമ്മയോട് ചോദിച്ചു, എങ്ങനെയുണ്ട് അൽഖമ? അപ്പോൾ ആ ഉമ്മ പറഞ്ഞു, യുസല്ലി കദാ വകദാ വയതസദ്ദഖു കദാ വകദാ, അൽഖമ നല്ല മോനാണ്, നമസ്കരിക്കാറുണ്ട്, സദഖ കൊടുക്കാറുണ്ട്, സകാത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഞാൻ അതല്ല ചോദിച്ചത്, നിങ്ങൾ തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്, ഉമ്മയും മോനും തമ്മിൽ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ അൽഖമയുടെ ഉമ്മ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അന സാഖിതത്തുൻ അലൈഹി, എനിക്ക് എന്റെ മകനോട് വെറുപ്പുണ്ട്, എനിക്ക് എന്റെ മകനോട് കോപമുണ്ട്. കാരണം യൂസിറു അലയ്യ യൂസിറു സൗജതഹു അലയ്യ, എന്നേക്കാൾ എന്നെ അവഗണിച്ചുകൊണ്ട് സ്വന്തം ഭാര്യയാണ് ഇഷ്ടപ്പെടുന്നത്, ഭാര്യയെ തിരഞ്ഞെടുക്കുന്നു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു അൽഖമയുടെ ഉമ്മയോട്,
നിങ്ങൾ മകന് പൊരുത്തപ്പെട്ടു കൊടുക്കണം, മകനോട് സംതൃപ്തി രേഖപ്പെടുത്തണം. അപ്പോൾ ആ ഉമ്മ തയ്യാറായില്ല. അതാ പ്രവാചകൻ സഹാബത്തിനോട് പറഞ്ഞു, സഹാബത്തെ നിങ്ങൾ വിറക് ശേഖരിക്കണം, നമുക്ക് അൽക്കമയെ കത്തിക്കാം, അൽക്കമയെ നമുക്ക് ചാരമാക്കാം, തീക്കുണ്ടത്തിലേക്ക് എറിയാം. സഹാബത്ത് വിറക് ശേഖരിക്കാൻ ഒരുങ്ങുമ്പോൾ അതാ ആ മാതാവ് ഓടി വരുന്നു. യാ റസൂലല്ലാഹ് വലദി സമറത്തു ഫുആദി, എന്റെ പൊന്നുമോനാണ്, എന്റെ ഹൃദയത്തിന്റെ പഴമാണ്. തുഹരിക്കുഹു ബൈന യദയ്യ, എന്റെ മുന്നിലിട്ട് കരിക്കാൻ ഒരുങ്ങുകയാണോ? അന റാദിൻ അൻ, ഞാൻ എന്റെ മകന് പൊരുത്തപ്പെടുന്നു. ആ ഉമ്മയുടെ നാവിൽ നിന്ന് അത് പറയേണ്ട താമസം അൽക്കമ കലിമ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. വഫാത്തായി, മരണവും നടന്നു. സുഹൃത്തുക്കളെ, സ്വഹാബത്ത് ബഹുമാനപ്പെട്ട പുണ്യ റസൂലിന്റെ നേതൃത്വത്തിൽ ആ സ്വഹാബിക്ക് വേണ്ടി ഖബറടക്കം നടത്തി, മയ്യത്ത് നമസ്കരിച്ചു. അവസാനം പ്രവാചകൻ ഒരു പ്രസംഗം നടത്തി. അല്ലയോ മുഹാജിറുകളെ, അൻസാറുകളെ, ആരെങ്കിലും മാതാപിതാക്കളെ അവഗണിച്ചുകൊണ്ട് സ്വന്തം ഭാര്യയ്ക്ക് സ്ഥാനം കൊടുത്താൽ, സ്വന്തം ഭാര്യയെ സ്നേഹിച്ചാൽ, ഉമ്മയെ അവഗണിച്ചുകൊണ്ട് വെറുത്തുകൊണ്ട് സ്വന്തം നല്ല ഭാര്യയ്ക്ക് സ്ഥാനം കൊടുത്താൽ, ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അല്ലാഹുവിന്റെ ശാപം അവനുണ്ടാവട്ടെ. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, അതാ അൽക്കമയുടെ ഉമ്മയുടെ വെറുപ്പ്, സുഹ്തുമ്മി ഹജബ അൻ ലിസാനിഹി ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ മാതാവിന്റെ വെറുപ്പ് അൽക്കമയ്ക്ക് കലിമ പറയാൻ മറയിട്ടു, കലിമ പറയാൻ തടസ്സം നേരിട്ടു. നോക്കൂ, ഉമ്മയുടെ മനസ്സിന്റെ പ്രയാസം കൊണ്ട് അൽക്കമയ്ക്ക് കലിമ പറയാൻ കഴിഞ്ഞില്ല. അത് മാറിയപ്പോ ആ തടസ്സം നേരിട്ടു. എന്ത് മനസ്സിലായി ചരിത്രത്തിലൂടെ? നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ മദ്രസയിൽ പഠിക്കുന്ന ചരിത്രമാണല്ലോ. ഇതിലൂടെ എന്ത് കിട്ടി? അല്ലാഹുവിന്റെ പൊരുത്തം ഉപ്പയുടെയും ഉമ്മയുടെയും പൊരുത്തത്തിലാണ്. പടച്ചവന്റെ കോപം ഫീ സഖത്തിൽ വാലിദൈൻ, മാതാപിതാക്കളുടെ കോപത്തിലാണ്. അല്ലാഹു സംതൃപ്തനാകണമെങ്കിൽ മാതാപിതാക്കൾ സംതൃപ്തി രേഖപ്പെടുത്തണം. മാതാപിതാക്കൾ വെറുപ്പിലാണോ, അല്ലാഹു നമ്മളെ വെറുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അത്ര ബന്ധമാണ് അല്ലാഹു മാതാപിതാക്കളോട്. അതങ്ങനെ വെച്ചിരിക്കുക അല്ലാഹു തആല. മനസ്സിലായില്ലേ? അത് നിയമമാണ്. കാരണം ഉമ്മ ഉമ്മയാ, ഉപ്പ ഉപ്പയാ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഉമ്മയെ കുറിച്ച് ഒന്നുകൂടി പറയട്ടെ. ആരാണ് ഉമ്മയെന്നറിയുമോ? പ്രിയപ്പെട്ട ഉമ്മ. നമ്മളൊക്കെ ഉമ്മയുടെ സ്ഥാനം മറന്നുപോയി, ഉപ്പയെ മറന്നുപോയി. നമ്മൾ ഉപ്പയെ വെറുക്കുന്നു, ഉമ്മയെ വെറുക്കുന്നു. വിവാഹം കഴിക്കുമ്പോൾ ഉമ്മയ്ക്ക് സ്ഥാനമില്ല. നോക്കൂ, നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് മാറിപ്പോയി. അതൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട്. എന്റെ സമുദായത്തിലേക്ക് പിന്നീട് വരുന്ന ജീർണതയാണത് എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. വഅക്ക ഉമ്മഹു വാദിന സദീഖഹു വഖസാ അബാ. ഖിയാമത്ത് അടുക്കുമ്പോ കുറെ യുവാക്കൾ വരും, അവര് വാപ്പാനെ വെറുക്കും, ഉമ്മാനെ ഉപദ്രവിക്കും. കുറെ പുതിയ പുതിയ ഫ്രണ്ട്ഷിപ്പ് അവർ സ്ഥാപിക്കും. വീട്ടിലും ഭക്ഷണം കഴിക്കാനൊക്കെ പുതിയ കൂട്ടുകാരായിരിക്കും. നല്ല ഒരു ഭക്ഷണം ഉണ്ടാക്കുമ്പോ ഉപ്പാക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കൂല, ഉമ്മാനെ വിളിച്ചൊരു നെയ്ച്ചോറ് കൊടുക്കൂല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇല്ല സുഹൃത്തുക്കളെ. നോക്ക്, 2 റമദാനില് എനിക്ക് എന്റെ ഉപ്പാനെ വിളിച്ച് നോമ്പുറപ്പിക്കാൻ കഴിഞ്ഞില്ല. എന്റെ ഉപ്പാക്ക് എന്തോ ഒരു പിണക്കം. ഞാനിത് മനസ്സിലാക്കി. കാരണം റമദാൻ മുഴുവൻ നമ്മൾ പള്ളിയിലാണല്ലോ. നമ്മുടെ ഉപ്പയും നമ്മുടെ ഉമ്മയും മക്കളുടെ കൈ കൊണ്ട് ഒരു നേരത്തെ ആഹാരം ആഗ്രഹിക്കുന്നുണ്ട് സുഹൃത്തുക്കളെ. അവർ പറയുന്നില്ല, നമ്മൾ അത് അറിഞ്ഞവർക്ക് കൊടുക്കണം. ഉമ്മ ആരാണ് ഞാൻ പറഞ്ഞു തരാം. ഉമ്മയ്ക്ക് മക്കളോടുള്ള സ്നേഹം, ഉമ്മ മക്കളെ അന്വേഷിക്കുന്നത് എത്രമാത്രം. ആ സ്ത്രീ, ആ ഉമ്മ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു. നോക്കൂ, ജപ്പാനിൽ ഒരു ഭൂകമ്പം ഉണ്ടായി 5-6 വർഷം മുമ്പ്. കെട്ടിടങ്ങളും പാലങ്ങളും തകർന്നു കിടക്കുന്നു. ആയിരങ്ങൾ 10,000 മരിച്ചു വീണു. ദുരിതാശ്വാസ പ്രവർത്തകര് വന്നു.
ഒരു സ്ത്രീ കമഴ്ന്ന് കിടക്കുന്നത് കാണുന്നു, മിനിസ്കർട്ട് ധരിച്ചുകൊണ്ട്. എന്തോ ആ സ്ത്രീ 2 കൈകളിൽ താങ്ങിപ്പിടിച്ചിട്ടുണ്ട്. ആ സ്ത്രീയെ മലർത്തി കിടത്തിയപ്പോൾ ആ സ്ത്രീയുടെ മാറത്ത് ഒക്കത്തൊരു കുഞ്ഞാണ്. 6-7 മാസം പ്രായമുള്ള ഒരു പൈതൽ, ഒരു നവജാത ശിശു. അവരന്വേഷിക്കുമ്പോൾ ആ സ്ത്രീ മൃതിയടഞ്ഞ് മരിച്ചുപോയി. അതാ അവരന്വേഷിക്കുമ്പോൾ ആ കുഞ്ഞിന് ജീവന്റെ തുടിപ്പുകൾ ബാക്കിയുണ്ട്. അങ്ങനെ അവരാ കുഞ്ഞിനെ കയ്യിലെടുത്തു. ദുരിതാശ്വാസ പ്രവർത്തകർ കുഞ്ഞിനെ കയ്യിലെടുത്തു. അപ്പോഴതാ ഒരു മൊബൈൽ ഫോൺ അവിടെ കിടക്കുന്നു, സെൽഫോൺ. ആ മൊബൈൽ ഫോൺ അവര് പരിശോധിക്കുമ്പോൾ അതിന്റെ മെസ്സേജ് സ്ക്രീനിൽ അതാ 4-5 വരികൾ ഇംഗ്ലീഷിൽ അക്ഷരത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. ഒരു ഉമ്മ ഭൂമി കുലുങ്ങുമ്പോൾ തന്റെ കുഞ്ഞിന് നൽകിയ മെസ്സേജാണത്. ആ മെസ്സേജ് നമ്മുടെ യുവാക്കൾ ഷെയർ ചെയ്തു, ഇന്റർനെറ്റിലൂടെ ഷെയർ ചെയ്തു. ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്ത വാക്കാണത്. എന്താ മാതാവ് തന്റെ കുഞ്ഞിന് വേണ്ടി എഴുതിയ മെസ്സേജ് എന്നറിയുമോ? ഇഫ് യു ക്യാൻ സർവൈവ്, if you can survive, must remember that I love you very much. എന്താ ഇതിന്റെ അർത്ഥം? എന്റെ പൊന്നുമോനെ, ഭൂമി കുലുങ്ങുകയാണ്. നീ രക്ഷപ്പെട്ടാൽ നീ മനസ്സിലാക്കണം, വളർന്നു വലുതാകുമ്പോൾ നീ അറിയണം, നിന്നെ ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന ഒരു മാതാവാണ് ഞാൻ. ഐ ലവ് യു വെരി മച്ച്. ഞാൻ നിന്നെ വളരെ കൂടുതൽ സ്നേഹിച്ചിരുന്നു. ഇത്രയും എഴുതിയപ്പോ സുഹൃത്തുക്കളെ, ആ തള്ളയും കുഞ്ഞും മണ്ണിന്റെ അടിയിലേക്ക് പെട്ടു. മൊബൈലിൽ തെളിഞ്ഞ മെസ്സേജ് സ്ക്രീനിൽ വന്ന വാക്കുകളാണിത്. ഈ സംഭവം പോരെ, ഉമ്മ ആരാണ് മനസ്സിലാക്കാൻ? നോക്കൂ, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉമ്മയുടെ അടുത്ത് ചെന്നു. തറവാടിന്റെ അടുത്ത് തന്നെ എന്റെ വീട്, കോട്ടയം ജില്ലയിലെ ഇരാറ്റുപേട്ടയില്. ഞാൻ പറഞ്ഞു, ഞാൻ മലബാറിന് പോവുകയാണ്. ആ ഉമ്മ, എന്റെ ഉമ്മ, സുഹൃത്തുക്കളെ, 69-70 വയസ്സുണ്ട് എന്റെ ഉമ്മയ്ക്ക്. എന്റെ ഉമ്മ എന്റെ നെറ്റിയിൽ ചുംബിച്ചിട്ട് പറഞ്ഞു, മോനെ, അല്ലാഹുവിന്റെ കാവൽ. സുഹൃത്തുക്കളെ, നമ്മുടെ ഉമ്മയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അല്ലാഹു പടച്ചവൻ ജീവിച്ചിരിക്കുന്ന ഉമ്മാക്ക് ആഫിയത്തും ദീർഘായുസ്സും അമലുകളും ഇബാദത്തുകളും ദിക്റുകളും ഒക്കെ ചൊല്ലാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു അവരുടെ മണ്ണറ മണിയറയാക്കി കൊടുക്കട്ടെ. അല്ലാഹു ആ ഖബർ പ്രകാശിപ്പിച്ചു കൊടുക്കട്ടെ. സുഹൃത്തുക്കളെ, മാതാപിതാക്കൾ ഇല്ലെങ്കിലാണ് അവരുടെ വില അറിയുക. ഉള്ളപ്പോ അവരുടെ വില അറിയില്ല. വീട്ടിൽ നല്ല നെയ്ച്ചോറും ബിരിയാണിയൊക്കെ വെച്ചാൽ ഉപ്പാനെ ഉമ്മാനെയൊക്കെ വിളിച്ചൊന്ന് കൊടുക്ക്. എന്റെ ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമാക്കില്ല. എന്താണ് മിറിണ്ട. കാരണം ഹജ്ജിനും ഉംറക്കൊക്കെ പോയപ്പോ അവിടത്തെ മിറിണ്ട കുടിച്ചു. നല്ല ചൂടത്തല്ലേ ഹറമിലോട്ട് പോകുന്നത്. അപ്പൊ 1 റിയാലിന്റെ മിറിണ്ട വാങ്ങിച്ചു. കാരണം മിറിണ്ടയ്ക്ക് ഓറഞ്ചിന്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ. ഞാൻ വല്ലപ്പോഴൊക്കെ എന്റെ ഉമ്മാക്ക് മിറിണ്ട മേടിച്ചു കൊടുക്കും, ഭയങ്കര ഇഷ്ടമാണ്. സംഗതി അമേരിക്കൻ്റെതാ, നല്ലതല്ല. 1 ഗ്ലാസ് അത് കുടിച്ചാൽ 10 ഗ്ലാസ് പച്ചവെള്ളം കുടിക്കണമല്ലോ ഉസ്താദേ. എന്നാലും തള്ളക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം അത് ചെയ്തു കൊടുക്കുമ്പോ ആ മനസ്സ് കുളിരും. നമുക്ക് അന്നേരം ഒരു ദുആ കിട്ടിയാൽ രക്ഷപ്പെട്ടു. കാരണം അല്ലാഹു തആല മാതാവിന്റെ ദുആയും ആ മനസ്സും അല്ലാഹു നോക്കിക്കൊണ്ടിരിക്കുക. അല്ലാഹു നമ്മുടെ പൊന്നുമ്മേ, നമ്മുടെ പൊന്നുപ്പേ നമുക്ക് നോക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 5 സ്ഥലത്ത് ഉപ്പയും ഉമ്മയും ഒരുപോലെയാണ്. സൂറത്തുൽ ഇസ്രാ ഞാൻ ഓതാം. വഖല്ലാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാഹ് വബിൽ വാലിദൈനി ഇഹ്സാനാ إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما. നിന്റെ റബ്ബ് തീരുമാനിച്ചിരിക്കുന്ന ജഡ്ജ്മെന്റ് നൽകുന്നു. അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ്. വർഷിപ്പ് ഇബാദത്ത് അല്ലാഹുവിന് മാത്രം.
നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം. വബിൽ വാലിദൈനി ഇഹ്സാനാ, ഉപ്പയ്ക്കും ഉമ്മയ്ക്കും ഇഹ്സാനും ചെയ്യണം. മാതാപിതാക്കൾക്ക് സേവനം ചെയ്യണം, പരിചരണം ചെയ്യണം. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഉപ്പയും ഉമ്മയും വാർദ്ധക്യത്തിൽ രണ്ടുപേരും അല്ലെങ്കിൽ ഒരാൾ നിന്റെ മുമ്പിലുണ്ടെങ്കിൽ, ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ. നീ നിന്റെ ഉപ്പയോടും ഉമ്മയോടും പറഞ്ഞു പോയേക്കല്ല്, ഛേ എന്ന് പറഞ്ഞേക്കല്ല്. ഉഫിൻ അറബികൾ വെറുപ്പോരും പറയുന്ന വാക്കാണ് എന്ന് പറയാ. നിന്റെ ഉപ്പാട്ടെ ഉമ്മാട്ടെ ഛേ എന്ന് പോലും നീ പറഞ്ഞേക്കല്ല്. ഉഫിൻ. ഒന്ന്, വലാ തൻഹറുഹുമാ, ഉപ്പേനെയും ഉമ്മേനെയും നീ ആട്ടി ഇറക്കി വിടരുത്, നീ അവരെ ഫൽസിക്കരുത്, നീ അവരെ ആട്ടരുത്, പുറത്താക്കരുത്. രണ്ട്, വഖുൽ ലഹുമാ ഖൗലൻ കരീമാ, നീ രണ്ടുപേരോടും റെസ്പെക്റ്റ് ഉള്ള വാക്ക് മാത്രമേ പറയാവൂ, ഖൗലുൻ കരീമ മാത്രമേ നീ പറയാവൂ. വഖ്ഫിദ് ലഹുമാ ജനാഹൽ ദുല്ലി മിനർ റഹ്മ, നീ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും വിരിച്ചു കൊടുക്കണം കാരുണ്യത്തിന്റെ ചിറക്. കാരുണ്യത്തിന്റെ ചിറക്, സ്നേഹത്തിന്റെ ചിറക്, അനുകമ്പയുടെ ചിറക് നീ നിന്റെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും വിരിച്ചു കൊടുക്കണം. എന്തായത്? ഇമാം ഖുർത്തുബി പറഞ്ഞു, കാരുണ്യത്തിന്റെ ചിറക് വിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ മക്കള് വളർന്ന് വലുതാകുമ്പോ അല്ലാഹു നിങ്ങളെ സമ്പന്നരാക്കും, നിങ്ങൾക്ക് അല്ലാഹു ജോബ് തരും, ജോലി തരും, നിങ്ങൾ പല നിലയിലും സമൂഹത്തിൽ സേവനം ചെയ്യുമ്പോ നിങ്ങൾ വന്ന വഴി മറക്കരുത്. നിങ്ങളുടെ ഉപ്പയാണ് നിങ്ങളെ വളർത്തിയത്, ഉമ്മയാണ് നന്ന് പ്രസവിച്ചത്. നിങ്ങൾക്ക് അല്ലാഹു ഇന്ന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും കൊണ്ട് നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ സന്തോഷിപ്പിക്കണം എന്ന് ഇമാം ഖുർത്തുബി. നോക്ക്, തള്ളക്കോഴി കാക്ക വട്ടവിട്ട് പറക്കുമ്പോ തള്ളക്കോഴി ചിറകൊക്കെ വിരിച്ച് ദേഷ്യം പ്രകടിപ്പിച്ച് തന്റെ കുഞ്ഞുങ്ങളെ ചിറകിനകത്തേക്ക് ഒളിപ്പിക്കുന്നില്ലേ? നിന്റെ ഉപ്പാക്കും ഉമ്മാക്കും അവരിപ്പോ വാർദ്ധക്യത്തിലാണ്, അവരിപ്പോ അവശതയുടെ സമയത്താണ്, മുട്ടിന് നീരാണ്, ഡിസ്ക് അകലുകയാണ്, നടക്കാൻ കഴിയുന്നില്ല, പള്ളിയിൽ വന്ന് ചെയറിലാണ് ഇരിക്കുന്നത്. പൊന്നുമ്മയാണെങ്കിൽ പഴയതുപോലുള്ള മൂവിംഗ് ഇല്ല. ഈ സമയത്ത് അവർക്ക് വേണ്ടത് കെയറിംഗാണ്. അവരെ കെയർ ചെയ്യണം. കണ്ടോ, അല്ലാഹു പറഞ്ഞു, നിന്റെ കാരുണ്യത്തിന്റെ ചിറക് നീ വിരിച്ചു കൊടുക്കും. നീ ഒരു പക്ഷെ ജഡ്ജി ആയിരിക്കും, നീ ഫൈലി ആയിരിക്കും, ദാരിമി ആയിരിക്കും, ബാക്കവി ആയിരിക്കും, നീ ഒരു പക്ഷേ ജില്ലാ നേതാവായിരിക്കും, എന്തുമായട്ടെ നിനക്ക് അല്ലാഹു നൽകിയ വിഭവം നിന്റെ മാതാപിതാക്കൾക്ക് നീ കൊടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അഞ്ചാമത്തത് അല്ലാഹു പറഞ്ഞു, നിന്റെ പ്രാർത്ഥനയിൽ നീ നിന്റെ മാതാപിതാക്കളെ ഉൾപ്പെടുത്തണം. മദ്ഹബിന്റെ ഇമാമിങ്ങൾ അയിമത്തുൽ അർബഅത്ത് പറഞ്ഞു, ചുരുങ്ങിയത് ദിവസം 5 നേരമെങ്കിലും ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദുആ ചെയ്യണം. വഖുൽ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ, നീ പറയണം, നാദാ ഇർഹംഹുമാ, എൻ്റെ ഉപ്പായും ഉമ്മായും നീ അനുഗ്രഹിക്കണമേ, കമാ റബ്ബയാനി സഗീറാ, എൻ്റെ കുട്ടിക്കാലത്ത് അവരിരുവരും എന്നെ സംരക്ഷിച്ചതുപോലെ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. ഒന്ന് പറഞ്ഞു, റബ്ബിർഹംഹുമാ നീ സഗീറ. എല്ലാവർക്കും അറിയല്ലോ, എല്ലാവർക്കും അറിയല്ലോ. അല്ലാഹുവിന്റെ പുണ്യ റസൂൽ പറഞ്ഞു, ഏതൊരു ദുആയും അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ അതിൽ ഇത് ഉൾപ്പെടുത്തണം. ഉപ്പാനെ ഉമ്മാനെ ഉൾപ്പെടുത്തിയേ പറ്റൂ. ഇല്ലെങ്കിൽ ആ ദുആ അല്ലാഹു മാതാപിതാക്കളെ ഉൾപ്പെടുത്താത്തതിന്റെ ദുആ മർദൂദ്. ഏത് ദുആ ചെയ്യുമ്പോഴും ഉപ്പാനെ ഉമ്മാനെ ഉൾപ്പെടുത്തണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇതിപ്പോ ജീവിച്ചിരിക്കുന്ന ഉപ്പാട്ടെ ഉമ്മാട്ടെയും. ഇനി മാതാപിതാക്കൾ മരിച്ചുപോയി, എന്ത് ചെയ്യും?
അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു 4 കാര്യങ്ങളുണ്ട് മരണപ്പെട്ടവരോട് ചെയ്യാൻ. 1, അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. 2, അവർക്ക് വേണ്ടി സ്വതഖ ചെയ്യണം. 3, അവരെ കരാറുകൾ പാലിക്കണം. അവരെന്തെങ്കിലും വസിയത്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ മക്കളായ നമ്മത് നടപ്പിലാക്കണം. 4, അവരുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, അവരെ നമ്മൾ ആദരിക്കണം. അവരോട് നമ്മൾ കൃപ ചൊരിയണം. ഉപ്പാടെ ഫ്രണ്ട് വീട്ടിൽ വന്ന നമ്മൾ അവരോട് ഉപ്പ എങ്ങനെ പെരുമാറിയോ അതുപോലെ പെരുമാറണം. ഉപ്പ മോനെ ഞാൻ ആ പലരിക്കടയിൽ 300 രൂപ കൊടുക്കാറുണ്ട്, കൊടുത്തിരുന്നില്ല കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാ വഫാത്തായതെങ്കിൽ ഉപ്പാടെ അവരുടെ കരാർ നടപ്പിലാക്കണം. നോക്കൂ, നമ്മുടെ പ്രിയപ്പെട്ട നിങ്ങളുടെ ആരുടെയെങ്കിലും ഉപ്പ ഇല്ലേ, ഉമ്മ ഇല്ലേ, നമുക്ക് ഇനിയും നമുക്ക് ചെയ്യാനൊരു മാർഗമുണ്ട്. ഇമാം അബുൽ ലൈസ് സമർഖന്ദി റഹ്മഹുല്ലാഹ് പറഞ്ഞു, ഒന്നുകൂടി പറഞ്ഞിട്ടുണ്ട്, അൻ തകൂന സാലിഹാ, നീ സാലിഹായി മാറുക. അത് ഉപ്പാക്ക് ഉമ്മാക്ക് ചെയ്ത ഒരു പുണ്യമാണ്. നിന്റെ ഉപ്പയും ഉമ്മയും നിനക്ക് വേണ്ടി എത്രയോ ദുആ ചെയ്തിട്ടുണ്ട്, കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്റെ പൊന്നുമോനെ നീ നന്നാക്കി തറബേ. അതുകൊണ്ട് ഉപ്പയും ഉമ്മയും ഇപ്പോൾ ഹയാത്തിലില്ല, നീ നന്നാകണം. നീ നന്നാകുമ്പോൾ നിന്റെ ഉപ്പാക്കും ഉമ്മാക്കും അവരുടെ ഖബർ സന്തോഷിക്കും. അൽഹംദുലില്ലാഹ്, അല്ലാഹു പടച്ചോൻ അനുഗ്രഹിക്കട്ടെ. ഇപ്പോ ഒരു യുവാവിനെ ഞാൻ പരിചയപ്പെട്ടു, ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദ് ഞാൻ വളരെ മോശമാണ് ഉസ്താദ്. അത് ഞാൻ ചോദിച്ചു, നിസ്കരിക്കുന്നില്ലേ? നിസ്കാരമൊക്കെ ഉണ്ട്, കല്യാണം കഴിച്ചില്ലേ? കല്യാണം കഴിച്ചു, 2 കുഞ്ഞുങ്ങളുടെ വാപ്പയാണ്, പിന്നെന്താ? അത് അപ്പൊ എനിക്ക് മനസ്സിലായി എന്തോ ഇച്ചിരി പ്രശ്നമുണ്ട്. ഞാൻ ചോദിച്ചു, ആരെയാ സ്നേഹിക്കുന്നത്? അത് സ്നേഹമല്ല ഉസ്താദ്. 2-3 പേരെയൊക്കെ ഞാൻ ഇങ്ങനെ ഇടക്കിടക്ക് വിളിക്കും, അവരെന്നെയും വിളിക്കും. ചാറ്റ് ചെയ്യാറുണ്ട്, അതും കൂടെ ഒന്ന് ഒഴിവായി കിട്ടിയ ഞാൻ പറഞ്ഞു, എനക്ക് വേണ്ടി ഞാനിപ്പോ വരുമ്പോ എനിക്ക് ജ്യൂസൊക്കെ തന്നവൻ. കാസർഗോഡ് കടയിലെ നമ്മുടെ ഒരു സുഹൃത്താ, ജ്യൂസൊക്കെ അവനുള്ള തുറന്നു പറഞ്ഞു കേട്ടോ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. സുഹൃത്തുക്കളെ, ഇപ്പൊ ഈ ഫോണായി കുഴപ്പമൊക്കെ അല്ലേ? ഈ ഫോൺ എല്ലാ കുഴപ്പത്തിനും കാരണം മിസ്ഡ് കോൾ ഒന്നും എടുക്കല് കേട്ടോ. മിസ്ഡ് കോൾ ഒന്നും എടുക്കല്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുപോലെ ചുമ്മാ നമ്മൾ ഫോണിലും ഇന്റർനെറ്റിലും ഫേസ്ബുക്കിലും ചില യുവാക്കളൊക്കെ രാത്രി ഇങ്ങനെ വാതിൽ അടച്ചിട്ടിരുന്ന് ഫേസ്ബുക്കിലും നെറ്റിലും ഒക്കെ കേറുന്നത് കാണാം. സുഹൃത്തുക്കളെ, അവര് ഈ വിരളിന്റെ തുമ്പ് കൊണ്ടാണ് ബട്ടണമർത്തുന്നത്. അല്ലാഹു പടച്ചോൻ കാത്തുരക്ഷിക്കട്ടെ. എന്തു വേണം? തുണി ഉടുത്തത് വേണോ, ഉടുക്കാത്തത് വേണോ, ഒക്കെ ചാടി വരുന്ന ഒരു ലോകം. പൊന്നുമക്കളെ, നിങ്ങൾ അങ്ങോട്ട് കടക്കല്ലേ, നമ്മുടെ മനസ്സ് മോശമാകും. എന്തിനാണ് ഈ ചാറ്റിങ്? എന്തിനാണ് പാവപ്പെട്ട സഹോദരിമാരെ ഉപദ്രവിക്കുന്നത്? പെണ്ണിന്റെ പിന്നിൽ ഞൊണ്ടി നിന്നാൽ തെണ്ടി, ഒരുമിച്ച് കണ്ടാലുണ്ട് കുണ്ടാമണ്ടി. മിണ്ടിക്കഴിഞ്ഞാൽ ഒന്നു തന്നെ രണ്ടും, കാന്തം ഇരുമ്പും ബന്ധമാണേ പണ്ടും. തഴവ എന്താ വരിയല്ലേ അല്ലേ? എന്താ വരി? റോഡിലൂടെ നല്ലൊരു സുന്ദരി പോകുന്നു. സുഹൃത്തുക്കളെ, നമ്മൾ നോക്കിപ്പോയാൽ നമ്മുടെ മനസ്സ് മോശമായി ഇല്ലേ? ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിച്ചോട്ടെ. നല്ലൊരു സുന്ദരി റോഡിലൂടെ പോവാ, തൊട്ടപ്പുറത്തൊരു മുസ്ലിയാരും പോകുന്നു. നിങ്ങൾ സുന്ദരിയെ നോക്കുവോ, മുസ്ലിയാരെ നോക്കുവോ? ആരോ മുസ്ലിയാരെ നോക്കും. എന്തിനാ? മുസ്ലിയാര് സുന്ദരിയെ നോക്കുന്നുണ്ടോന്ന് അറിയാം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. പടച്ചോൻ നമുക്കെല്ലാം തഖ്വ തന്ന അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. വറഇന്റെ അഹ്ലികാരായ അല്ലാഹു ഖബൂലാക്കി തരട്ടെ. സുഹൃത്തുക്കളെ, നമ്മുടെ ഈ ടീനേജ് പ്രായത്തിൽപ്പെട്ട യുവാക്കൾക്ക് എന്തെങ്കിലും ഒരു ഇത് കൊടുക്കണമല്ലോ. ഏത് എങ്കിലേ ഉള്ളൂ നമ്മൾ ഈ ഓതുന്ന ആയത്തും ഹദീസും അവർ ഉൾക്കൊള്ളുള്ളൂ. എന്റെ ഫാൻസ് ഒന്നും ആകണ്ട നിങ്ങൾ. ഒരുപക്ഷെ നിങ്ങൾ എന്റെ പ്രഭാഷണം കേട്ടിട്ടുണ്ടാവും യൂട്യൂബിലോ CD-യിലോ ഒക്കെ അല്ലെ? ഇന്നത്തെ ഈ പ്രഭാഷണത്തിന്റെ CD ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. കടമകളും കടപ്പാടുകളും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തരാം.
നിങ്ങൾ എന്റെ ആരാധകരൊന്നും ആകണ്ട. ഇൻഷാ അല്ലാഹ് എന്റെ പൊന്നു യുവാക്കൾ നന്നാകണം. നിങ്ങൾ ദീനിന്റെ ഖാദിമീങ്ങളാകണം. നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം. ഉപ്പാക്കും ഉമ്മാക്കും ഖിദ്മത്ത് ചെയ്യണം. വലിയൊരു സബ്ജക്റ്റാണ് സുഹൃത്തുക്കളെ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇന്ന് പറയാനുണ്ട്. കടമകളും കടപ്പാടുകളുമാണ്. നമ്മൾ അല്ലാഹുവിനോടുള്ളതും അല്ലാഹുവിന്റെ അടിമകളോടുള്ളതും പറഞ്ഞു. ഉമ്മയാരും ഉപ്പയാരും എന്ന് പറഞ്ഞു. ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക്, നമ്മുടെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും നമ്മുടെ മക്കളോടും കടമയില്ലേ? തീർച്ചയായിട്ടും കടമയുണ്ട്. ആ വശം കൂടി ഞാൻ ഉണർത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഹഖ്ഖുൽ വലദി അലൽ വാലിദി സലാസ. മാതാപിതാക്കൾക്ക് മക്കളോടുള്ള കടമ മുഖ്യമായിട്ടും മൂന്നാണ്. ഒന്ന് അയ്യുഹ്സിന ഇസ്മഹു ഇദാ ഉലിദ. ഒരു കുഞ്ഞ് ജനിച്ചാൽ നല്ല പേര് വെച്ച് കൊടുക്കണം. വയുഅല്ലിമഹുൽ കിതാബ ഇദാ അഖല. ബുദ്ധിയെത്തുമ്പോൾ വേദം ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കണം. വയുസഫിഹു ഇദാ അദ്റക. കാര്യപ്രാപ്തി എത്തുമ്പോൾ ഫിസിക്കലി ശാരീരികമായി പക്വതയെത്തുമ്പോൾ പെണ്ണ് കെട്ടിച്ചു കൊടുക്കണം. ഖാല റസൂലുള്ളാഹി. പാരന്റ്സിന്, മാതാപിതാക്കൾക്ക് മക്കളോട് കടമയുണ്ടേ? ഇല്ലേ? കടമയില്ലേ? കടമയുണ്ട്. എന്താ? നല്ല പേര് വെക്കുക, ഖുർആൻ പഠിപ്പിക്കുക. ഇംഗ്ലീഷ് മീഡിയത്തിൽ മാത്രം ചേർത്താ പോരാ, ഖുർആൻ പഠിപ്പിക്കണം, മദ്രസയിലും ചേർക്കണം. വേണ്ടേ? അതുപോലെ പിന്നെന്താ? പെണ്ണും കെട്ടിച്ചു കൊടുക്കണം. ഇന്നലെ ചെറുപ്പക്കാരന്മാര് പറയാം, ഉസ്താദേ 27 വയസ്സായി, മൂക്കി കൂടെ പല്ല് വരാൻ തുടങ്ങി, എന്റെ ഉപ്പായും ഉമ്മായും എന്നെ ഒന്ന് പെണ്ണ് കെട്ടിക്കുന്നില്ലല്ലോ. പാവൻ ഷുക്കൂർ അല്ലേ? നമ്മള് തടിച്ചു നടക്കുന്ന അവര് കാണുന്നില്ല അല്ലേ? അതുപോലെ നമ്മുടെ പൊന്നുമോൾക്ക്, സുഹൃത്തുക്കളെ, ആരായി 16ഉം 18ഉം ഒക്കെ പ്രായം വെച്ചത്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇതാ അദ്റക. കാര്യപ്രാപ്തി എത്തുമ്പോ കെട്ടിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ അല്ലാഹു കാക്കട്ടെ, ഒളിച്ചോടും ഇഷ്ടപ്പെട്ടവന്റെ കൂട്ടത്തിൽ. ഇവിടെ ഒളിച്ചോട്ടമുണ്ടോന്ന് എനിക്കറിയില്ല. ബദിരയിൽ അതുണ്ടാവാൻ വഴിയില്ല. അല്ലാഹു പടച്ചവനെ കാത്തുരക്ഷിക്കട്ടെ. പെൺകുട്ടികളെ, നിങ്ങൾ ഡിസിപ്ലിൻ പാലിക്കണം, അച്ചടക്കത്തിൽ ജീവിക്കണം. അല്ലാഹു പടച്ചവനെ നമ്മളെ കബൂലാക്കി തരട്ടെ. ഉപ്പയും ഉമ്മയും സെലക്ട് ചെയ്യുന്നവന്റെ കൂട്ടത്തിൽ വീടിന്റെ പടിയിറങ്ങി ഒരു കുടുംബ ജീവിതം നയിക്കാൻ, ഒരു ലൈഫ് പാർട്ട്ണർ ആകാൻ, നല്ല ഭാവിയാവാൻ അല്ലാഹു നമ്മുടെ ടീനേജ് പ്രായത്തിലെ പെൺകുട്ടികൾക്ക് പടച്ചവൻ തൗഫീഖ് നൽകട്ടെ. ഉപ്പയുടെയും ഉമ്മയുടെയും നെഞ്ചത്ത് ചവിട്ടി സമുദായത്തെ ആക്ഷേപിച്ച് ഇഷ്ടപ്പെട്ടവന്റെ കൂട്ടത്തിൽ നിന്റെ സർവ്വതും വലിച്ചെറിച്ച് നീ പോകരുത്. അവസാനം നിന്നെ ഉപയോഗിച്ച് ആ മനുഷ്യൻ നിന്നെ വലിച്ചെറിയും. പടച്ചവൻ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നോക്കൂ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അൽ വലദു സമറത്തുൽ ഖൽബ്. മക്കൾ ഹൃദയത്തിന്റെ പഴമാണ്. മക്കൾ ഹൃദയത്തിന്റെ പഴമാണ്. അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പെൺകുഞ്ഞുങ്ങളെ കൊടുക്കുന്നു, ആൺകുട്ടികളെ കൊടുക്കുന്നു, ആണും പെണ്ണും കൊടുക്കുന്നു. ചിലരെ അല്ലാഹു പ്രസവിക്കാത്ത മച്ചിയാക്കുന്നു. മക്കൾ അല്ലാഹുവിന്റെ ഗിഫ്റ്റാണ്, അല്ലാഹു തരുന്ന ദാനമാണ്. അല്ലാഹുവിനോട് സാലിഹീങ്ങളായ മക്കളുണ്ടാകാൻ പ്രാർത്ഥിക്കണം. പരിശുദ്ധ ഖുർആൻ ഇബാദുർ റഹ്മാൻ, റഹ്മാനായ അല്ലാഹുവിന്റെ അടിമകളുടെ സിഫത്ത് പറഞ്ഞത് ഒന്ന്, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുൻ. കൺകുളിർമയുള്ള മക്കളെ നീ തരണമേ. അവര് പ്രാർത്ഥിക്കുന്ന നല്ല മക്കളുണ്ടാകാൻ നമ്മൾ ദുആ ചെയ്യണം. സുഹൃത്തുക്കളെ, തറക്കല്ലിടുമ്പോ തന്നെ അള്ളാഹനെ ഓർത്ത് വേണം തറക്കല്ലിടാൻ. മനസ്സിലായെന്ന് വിചാരിക്കും. ഇത്രയും പറയാൻ സൂചന കൊടുക്കാനേ പറ്റുള്ളൂ. ഒരുപാട് പറയാനുണ്ട്. എന്റെ പ്രസംഗത്തിൽ ഞാൻ അങ്ങനെ ആയത്തും ഹദീസും സമൂഹത്തിന് ഉപകരിക്കണം. അതാണ് എന്റെ നിയത്ത്.
ഇൻഷാ അല്ലാഹ് ഒരു കുഞ്ഞ് പിറന്നു വീണാൽ എന്ത് ചെയ്യണം? ആദ്യം അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മൻ വലിദ ലഹു മൗലൂദുൻ, ആർക്കെങ്കിലും ഒരു മൗലൂദ്, ഒരു നവജാത ശിശു ജനിച്ചാൽ അവൻ ചെയ്യേണ്ടത് അവന്റെ വലത് കാതിൽ ബാങ്ക് കൊടുക്കട്ടെ. ഫൽയുഅദ്ദിൻ ഫീ ഉദ്നിഹിൽ യുംനാ ബി അദാനിസ് സലാ വൽയുഖിം ഫീ ഉദ്നിഹിൽ യുസ്റാ, ഇടത് കാതിൽ ഇഖാമത്തും കൊടുക്കട്ടെ. ആദ്യം കേൾക്കേണ്ടത് തക്ബീറാണ്, തൗഹീദാണ്, ഏകദൈവ വിശ്വാസത്തിന്റെ സുന്ദരമായ ധ്വനി ആ കുഞ്ഞിന്റെ ഹൃദയത്തിലേക്ക് അലയടിക്കട്ടെ. അല്ലാഹുവിന്റെ ഏകത്വം, പ്രവാചകന്റെ റിസാലത്ത് ആ കുട്ടി കേൾക്കട്ടെ. അല്ലാതെ ഏതെങ്കിലും സിനിമാ പാട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോയി നമ്മുടെ കുഞ്ഞുങ്ങളെ കേൾപ്പിക്കരുത്. ആദ്യം ബാങ്ക്, പിന്നെ ഇഖാമത്ത്, വലത് ചെവിയിലും ഇടത് ചെവിയിലും. അതിന്റെ അർത്ഥം എന്താ? ബാങ്ക് ഇഖാമത്ത് കൊടുത്തു എന്ന അർത്ഥം. ഇനി ഒരു നിസ്കാരം ബാക്കിയുണ്ട്. ഏത് നിസ്കാരമാണ്? ദുനിയാവിന്റെ ഷോർട്ട് ടൈം, അത്രേ ഉള്ളൂ നമ്മുടെ ജീവിതം. ബാങ്ക് കൊടുത്തു, ഇഖാമത്ത് കൊടുത്തു. ഇനി ജീവൻ പോയാൽ നിന്നെ സമുദായം എടുത്ത് പൊളിപ്പിച്ച് ഇന്ന് രാവിലെ ഇട്ട ജുബ്ബ, ഇബ്രാഹിം ഫൈലി രാവിലെ ഷർട്ട് നമ്മൾ ഊരുമെന്ന് ഉറപ്പുണ്ടോ? ഇന്നലെ അഷ്റഫ് ദാരിമി രാവിലെ ഇട്ട ഷർട്ട് നോക്കൂ, ഷോക്ക് അടിച്ചു. വൈകിട്ട് സമുദായം അത് ഊരി പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കപ്പെട്ടു എന്നാണ് അറിയുന്നത്. അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. സുഹൃത്തുക്കളെ, റൂഹ് പിരിഞ്ഞാൽ ഈ ജഡം, ഈ ബോഡി ബാക്കിയാകും, റൂഹ് യാത്രയാകും, ജീവൻ അത് പോയാൽ ചൂട് ആറുന്നതിന് മുമ്പ് സമുദായം കുളിപ്പിച്ച് 7 മീറ്റർ വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് അതാ പച്ചമണ്ണിലേക്ക് വെക്കും. അങ്ങനെ മയ്യത്ത് പള്ളിയിൽ വരുമ്പോ പിന്നെ ഒരു ബാങ്ക് ഇഖാമത്തൊന്നും ഇല്ല, പിന്നെ നിസ്കരിച്ചേക്കുക. അത്രേ ഉള്ളൂ ദുനിയാവ്. ഈ 50-60 കൊല്ലത്തിന് വേണ്ടിയായി ഇവിടെ 2 നില ബംഗ്ലാവ് കെട്ടിപ്പോക്കുന്നത്, ഈ കൊട്ടാരം പണിയുന്നത്. കാസർഗോട്ടും ചിത്താരിയിലും മാണിക്കോത്തും ഒക്കെ ഉള്ള വീട് കണ്ടിട്ട് സുബ്ഹാനല്ലാഹ് 1.5 കോടി, 2 കോടി, 6 കോടി, പിന്നെ അങ്ങോട്ട് ചെന്നാൽ മതിലകം ഒക്കെ, അങ്ങോട്ട് ചെന്നാൽ പിന്നെ വലിയ വലിയ ബംഗ്ലാവുകൾ കാണാം. എനിക്കൊന്ന് യൂസുഫ് അലിയുടെ വീടാൻ തോന്നുന്നു. ഇന്നലെ അങ്ങോട്ട് ഭയങ്കര വീടാണ്. എന്തായാലും ഒരുപാട് ആളുകളുടെ വീട്ടിൽ കഞ്ഞി കുടിക്കുന്നുണ്ടല്ലോ, അല്ലേ? അല്ലാഹു പടച്ചവച്ചല്ലേ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഈ സമുദായത്തിന് സേവനം ചെയ്യുന്ന സമ്പന്നർക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു ഇടത്തരക്കാർക്ക്, ഓട്ടോ ഡ്രൈവേഴ്സിന്, താഴ്ന്ന ജോലി ചെയ്യുന്നവർക്കും, അല്ലാഹു ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നവർക്കും പടച്ചവൻ ബർക്കത്ത് ചെയ്യട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ ജാഗ്രതയോടെ നമ്മൾ നിരീക്ഷിക്കണം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ബാങ്കും ഇഖാമത്തും കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ചെയ്യേണ്ടത് തഹ്നീക്കാണ്. തഹ്നീക്ക് സുന്നത്താണ്. എന്താണ് തഹ്നീക്ക്? ഈത്തപ്പഴം അരച്ച് അതിന്റെ പൾപ്പ്, അതിന്റെ ആ നീര് കുഞ്ഞിന്റെ നവജാത ശിശുവിന്റെ വായിൽ തൊട്ടുകൊടുക്കണം. തഹ്നീക്ക് ഇമാം മുസ്ലിമിന്റെ ഹദീസിലുണ്ട്, കാന നബിയു യുതാ ബിസ്ബിയാൻ യുഹന്നികുഹും വയുബർരികുഹും. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് കൊച്ചുമക്കളെ, നവജാത ശിശുക്കളെ കൊണ്ടുമായിരുന്നു. പുണ്യ റസൂൽ ആ കുഞ്ഞുങ്ങൾക്ക് തൊട്ടുകൊടുക്കുമായിരുന്നു, ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്യുമായിരുന്നു. ഇവിടെ ഒരുപാട് വിശദീകരിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വേഗം പോവാ. സുഹൃത്തുക്കളെ, തഹ്നീക്ക് സുന്നത്താണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് റസൂലുള്ളാഹി തന്നെ തൊട്ടുകൊടുത്തു. പ്രവാചകൻ എങ്ങനെ തൊട്ടുകൊടുത്തറിയോ? ഈത്തപ്പഴം വായിലിട്ട് ചവച്ച് അരച്ചിട്ട് ആ ഉമിനീരാ കൊടുത്തത്. ഇന്ന് നമ്മള് സാലിഹീങ്ങളെ കൊണ്ട്, ആലിമീങ്ങളെ കൊണ്ട്, നല്ല വറൈന്റെ അഹ്ലുകാരെ കൊണ്ട് തൊട്ടുകൊടുപ്പിക്കണം. അതുകൊണ്ട് എന്താ ഗുണം അറിയോ? ഈജിപ്തിലെ ഡോക്ടർമാര് ഈയിടെ കണ്ടെത്തി എന്തുകൊണ്ടാ ഇസ്ലാം നവജാത ശിശുവിന് മധുരം തൊട്ടുകൊടുക്കാൻ പറഞ്ഞത്. അതിന്റെ പിന്നിൽ 2 കാരണങ്ങളാണ്. നോക്കൂ, ഒരു കുട്ടി പ്രസവം കഴിഞ്ഞ് ദുനിയാവിലേക്ക് വരുമ്പോ മരണപ്പെടാൻ സാധ്യതയുണ്ട് 2 കാരണം കൊണ്ട്. ഒന്ന്, ടെമ്പറേച്ചർ കുറഞ്ഞിട്ട്. മറ്റൊന്ന്, ബ്ലഡ് ഷുഗർ, രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറഞ്ഞിട്ട്. നോക്കൂ, പ്രസവം ഒരു സ്ത്രീ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദനയും പ്രതിസന്ധി ഘട്ടവുമാണ്. അതുപോലെ ആ സമയത്ത് കുഞ്ഞു ദുനിയാവിലേക്ക് വരുമ്പോൾ ആ കുഞ്ഞിനും വലിയ ഫീലിംഗ് മനസ്സിൽ അനുഭവപ്പെടും.
ഭയങ്കര ദാഹം ഉണ്ടാവും. ആ സമയത്ത് ആ കുഞ്ഞിന്റെ ഇളം കുഞ്ഞല്ലേ, ആ കുഞ്ഞിന്റെ ബ്ലഡ് ഷുഗർ താഴാൻ സാധ്യതയുണ്ട്. അവിടെ നോക്കൂ, മധുരം തൊട്ടുകൊടുക്കാൻ ഇസ്ലാം പഠിപ്പിച്ചു. എനിക്ക് എന്റെ ആദ്യത്തെ കുഞ്ഞ്, ഞാൻ കണ്ണൂർ പുതിയങ്ങാടി കണ്ണാടിപ്പള്ളിയിൽ ഖതീബായിട്ട് ജോലി ചെയ്യുമ്പോഴാണ് എനിക്ക് ഉവൈസ് ഉണ്ടാകുന്നത്. ഉവൈസ് ഇങ്ങനെ വരുമ്പോ തന്നെ എന്റെ മാമി വിളിച്ചു ഉവൈസേ. പേര് വെക്കേണ്ടത് 7 അന്നാ. ഇത് കുട്ടിയാണെന്ന് കണ്ടപ്പോഴേ വിളിച്ചു. ഉവൈസ് കർണിയോട് വലിയ സ്നേഹമാണ് മാമിക്ക്. സുഹൃത്തുക്കളെ, ആ കുട്ടിയാണ് 2 ദിവസം കഴിഞ്ഞപ്പോ മരണപ്പെട്ടു. ആദ്യത്തെ കുഞ്ഞ്. ഇൻഷാ അല്ലാഹ് എനിക്കൊരു പൈലറ്റ് നാളെ അവിടെ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അല്ലാഹു നൽകട്ടെ, അല്ലാഹു നൽകട്ടെ. സുഹൃത്തുക്കളെ, 2ാമത്തെ കുഞ്ഞാണ് ഷമ്മാസ്, 3ാമത്തെ സൽമാൻ. ഷമ്മാസ് ഇപ്പൊ ഡിഗ്രി പഠിക്കുന്നത്, സൽമാൻ ഇപ്പോ 5ാം ക്ലാസ്സിൽ 5 ജുസു ഹിഫ്ളായി. ഇൻഷാ അല്ലാഹ് അവൻ ഹാഫിളും ആലിമാനും വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. ദുആ ചെയ്യൂ, അല്ലാഹു ഖബൂലാക്കട്ടെ. നിങ്ങൾ ഏതായാലും എനിക്ക് വേണ്ടി ആമീൻ പറഞ്ഞല്ലോ. നിങ്ങളുടെ ഒരു മോനെ ഹാഫിളും ആലിമും ആക്കണം. ഇൻഷാ അല്ലാഹ് തയ്യാറുണ്ടോ? അവിടെ വന്നപ്പോ കണ്ടോ എല്ലാവർക്കും ഒരു മരവിപ്പ്. എല്ലാവരും ധാരണ എഞ്ചിനീയർ ആക്കണം, ബിടെക്കും ബിസിഐയും എംസിഐയും എടുക്കണമെന്നാ. മൗലിയാരാകണ്ട. എന്താ മൗലിയാർക്ക് എന്താ കുറവ്? മൗലിയാർക്ക് എന്താ കുറവ്? മൗലിയാർക്ക് വല്ല കുറവുണ്ടോ? ഇന്ന് നോക്ക, തിരുവനന്തപുരത്ത് പോയി 4 ഖുതുബ ഓതുന്ന അബൂ ഷമ്മാസ് ഉസ്താദിന് 15,000 രൂപ ശമ്പളമാണ്. ഈയിടെ കമ്മിറ്റി എന്ത് ചെയ്തെന്നറിയോ? ഭയങ്കര ചൂടാ റൂമിൽ. കമ്മിറ്റി AC ഒക്കെ ഫിറ്റ് ചെയ്തു. നല്ല രൂപത്തിൽ സേവനം ചെയ്യാൻ പടച്ചവൻ തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, തൊട്ടുകൊടുത്തു കഴിഞ്ഞ്, മധുരം കൊടുത്തു കഴിഞ്ഞ്, ഇനി നമുക്ക് കുഞ്ഞിനോട് ചെയ്യാനുള്ളത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, കുല്ലു മൗലൂദിൻ റഹ്നൻ ബിഅഖീഖതി, എല്ലാ കുഞ്ഞുങ്ങളും അഖീഖയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തുദ്ബഹു അൻഹു യൗമ സാബിഇഹി, കുഞ്ഞ് ജനിച്ച് 7ന്റെ അന്ന് ആ കുഞ്ഞിന് വേണ്ടി അറുത്തു കൊടുക്കണം. വയുഹ്ലഖു റഅസുഹു, ശിരസ്സ് മുടി തലമുടി മുണ്ടനം ചെയ്യണം. വയുസമ്മാ, പേരും വെച്ച് കൊടുക്കണം. അല്ലാഹുവിന്റെ റസൂൽ, ഒരു കുട്ടി ജനിച്ചാൽ 7ന്റെ അന്ന് ആ കുട്ടിക്ക് വേണ്ടി അറുത്തു കൊടുക്കണം. പെണ്ണാണെങ്കിൽ 1 ആട്, ആണാണെങ്കിൽ അഫ്ളൽ 2 ആട് കൊടുക്കലാണ്. നോക്കൂ, ആ മുടി മുണ്ടനം ചെയ്യണം, വടിച്ചെടുക്കണം. ഈ മുടിയുടെ പേരാണ് അഖീഖ. നിങ്ങൾക്കറിയുമോ, ഈ കുഞ്ഞിന്റെ ആദ്യത്തെ മുടിയുണ്ടല്ലോ, അത് ഉമ്മയുടെ വയറ്റിൽ നിന്നാണ് മുളച്ചത്. ആ മുടിയാണ് ആദ്യം വടിച്ചു കളയേണ്ടത്. എന്നിട്ട് അതിനെ തൂക്കി നോക്കണം. അല്ലാ, ആ തൂക്കത്തിനനുസരിച്ച് വെള്ളിയോ സ്വർണമോ സ്വതഖായും ചെയ്യണം. കഴിയുമെങ്കിൽ 7ന്റെ അന്ന് അഖീഖ അറുത്ത് മുടി മുണ്ടനം ചെയ്ത് പേര് വിളിക്കണം. എന്താ പേര് വിളിക്കേണ്ടത്? നിങ്ങൾ ചിന്തിക്കണം, എന്താ പേര് വിളിക്കേണ്ടത്? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അഹബ്ബുൽ അസ്മാഇ ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് അബ്ദുല്ലാ, അബ്ദുർറഹ്മാൻ. മറ്റൊരു ഹദീസിൽ കാണാം, ഇന്നകും തുദഊന യൗമൽ ഖിയാമത്തി ബിഅസ്മാഇകും വഅസ്മാഇ അബാഇകും, നാളെ ഖിയാമത്ത് നാളിൽ അല്ലാഹു നിങ്ങളുടെ പേരും നിങ്ങളുടെ ഉപ്പാടെ പേരും ചേർത്താണ് വിളിക്കുന്നത്. ഫഹ്സിനു അസ്മാഅകും, നിങ്ങൾ നല്ല പേര് നന്നാക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. ഒരു ഹദീസിൽ കാണാം, തസമ്മോ, നിങ്ങൾ പേര് വിളിക്കണം. അമ്പിയാക്കളുടെ പേര് വിളിച്ചോളീൻ. അമ്പിയാക്കൾ, സഹാബ, അതുപോലെ മഹാന്മാരുടെ പേരുകൾ നമുക്ക് വിളിക്കാം. ഇന്നിപ്പോ ആളുകളൊക്കെ എന്തെങ്കിലുമൊക്കെ പേരാ വിളിക്കുന്നത്. ഈയിടെ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ കല്യാണം കഴിച്ചു, പൂർണ്ണ ഗർഭിണിയാണ്, എന്റെ ദുആയും നിയത്തുമൊക്കെ ആദ്യത്തെ കൺമണി ആണായിരിക്കണം. എല്ലാവരും ചിന്തിക്കും ആദ്യത്തെ മോനാകാൻ, അല്ലേ? ഉസ്താദ്, എന്റെ ഭാര്യ പ്രസവിച്ചു, പെൺകുഞ്ഞാണ്, എനിക്കൊരു പേര് വേണം. ഞാൻ പറഞ്ഞു ഫിദ എന്നിട്ടോളാൻ പറഞ്ഞു. ഫിദ ഫാത്തിമ, അത് അറബിയല്ലേ, വേറെ പേര്. ഞാൻ പറഞ്ഞു നദാ ഫാത്തിമ വേണ്ട, ഹിബ ഫാത്തിമ, ഇയാൾക്ക് ഒന്നും വേണ്ട. എന്നോട് പറഞ്ഞു 2 അക്ഷരം മതി എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, പിന്നെ എന്താ വേണ്ടേ? അപ്പൊ ആ മനുഷ്യൻ പറയാൻ, ഞാനൊരു അധ്യാപകനാണ്, എനിക്കൊരു മലയാളത്തിലുള്ള പേരാ വേണ്ടത്, എല്ലാ വിഭാഗം ജനങ്ങളുമായിട്ട് ഞാൻ ബന്ധപ്പെടുന്നതല്ലേ, അപ്പൊ ഒരു സെക്യുലർ നെയിം, ഒരു മതേതര പേര്. ഞാൻ പറഞ്ഞു, ഇയാൾ തന്നെ ഇട്ടോളാം. എന്തിനാ മൗലിയാരെടുത്ത് പറഞ്ഞത്? ഇയാളാ കുഞ്ഞിന് പേരിട്ടോ നിധി. എന്താ പേരിട്ടത്? നിധി എന്ന് പേര്.
നോക്കൂ, ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ഭാര്യ പ്രഗ്നന്റായി. ആ കുട്ടിയും മോനാകാൻ ദുആ ചെയ്തു. അല്ലാഹുവാണ് കുട്ടികളെ കൊടുക്കുന്നത്, അല്ലാഹുവാണ് ലിംഗനിർണയം നടത്തുന്നത്. അതും പെണ്ണായി പിറന്നു വീണു. ആ കുട്ടിക്ക് അയാള് പേരിട്ടു, എന്താ പേര്? വിധി എന്ന് പേരിട്ടു. ഓ, പടച്ചവന്റെ വിധിയായിരിക്കാം. നോക്കൂ, മൂന്നാമതും ഭാര്യ ഗർഭിണിയായി. ആ കുട്ടിയും പെണ്ണ്. അയാൾ ആ കുട്ടിക്ക് പേരിട്ടു ചതി എന്ന്. എന്തൊരു ചതിയായി! ഞാൻ പറഞ്ഞു നിർത്തണ്ട, ഇൻഷാ അല്ലാഹ് ചിലപ്പോ ആൺകുട്ടി വന്നാലോ. നോക്കൂ, ഒന്നുകൂടി പ്രസവിച്ചു ആ സ്ത്രീ, അതും പെണ്ണ്. ആ കുട്ടിക്ക് അയാളെ പേരിട്ടു മതി. ഈ പരിപാടി അതോടുകൂടി മതിയാക്കി. ഖുതിമത്ത് വിലാദത്തുഹാ. ഇതൊക്കെ ഇപ്പൊ ലോകത്ത് നടക്കുന്ന പേരുകൾ അല്ലേ? എന്നോടൊരാൾ ചോദിച്ചു, വലിയൊരു ബാക്കവി ഉസ്താദ് ചോദിച്ചു, നിങ്ങളെന്താ ഷമ്മാസിന്റെ പേരിട്ടെ? ഞാൻ പറഞ്ഞു, എന്താ കുഴപ്പമെന്താ? അതിന്റെ അർത്ഥം മണിയടിക്കുന്നവനാ. ഞാൻ പറഞ്ഞു, മീനിങ് ഒന്നും ഞാൻ നോക്കിയില്ല. ഞാൻ ആ പേര് കേട്ടത് മിൻ അസ്മാഇൽ ബദരി ഷമ്മാസ് ബിൻ ഖൈസ്. ബദരീങ്ങളിൽപ്പെട്ട സഹാബിയായതുകൊണ്ട് ഞാൻ അർത്ഥമൊന്നും നോക്കിയില്ല, സ്വഹാബത്തിന്റെ പേരിട്ടു. അങ്ങനെ അർത്ഥം നോക്കിയാൽ പിന്നെ നമുക്ക് അബ്ബാസ് എഴുതാൻ പറ്റൂല. അബ്ബാസിന്റെ അർത്ഥം എന്താ? അബ്ബസ വതവല്ല അൻജാഹുൽ അഅമാ. അന്ധനായ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം കടന്നു വരുമ്പോൾ പ്രവാചകൻ മുഖം ചുളിച്ചു. അബ്ബസ, എന്റെ റസൂൽ മുഖം ചുളിച്ചു. വതവല്ല, പിന്തിരിഞ്ഞു. അൻജാഹുൽ അഅമാ, അഅമയായ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം കടന്നു വന്നപ്പോ അല്ലാഹു തആല നബിയെ വിമർശിച്ചു. മുഖം ചുളിച്ചത് ശരിയായില്ല. അബ്ബാസ്, അബ്ബാസ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ അറിയോ? ഇങ്ങനെ കാണിക്കുന്ന ആൾക്കാർ മുഖം ചുളിക്കുക. സുഹൃത്തുക്കളെ, അവിടെ നമ്മൾ മുത്ത് റസൂലിന്റെ കൊച്ചാപ്പിയ ബിദർവിയന ആ പേരായിടുക, അർത്ഥമല്ല നോക്കുക. അപ്പോ ഉസ്താദിന് മനസ്സിലാവും, ബദരീങ്ങളുടെ പേരാ. അപ്പൊ ബദരീങ്ങളുടെ പേര് പോലും അറിയില്ല ചിലർക്ക്, അല്ലേ?